മധുസൂദനനും മഹിമയും ചേർന്ന് വർഷേനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നത് കണ്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നു. ശേഷം വർഷയും ശ്രീകാന്തും രണ്ടച്ഛനമ്മമാരുടെയും കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങുന്നു. തുടർന്ന് എല്ലാവർക്കും ഒപ്പം വന്ന് നിൽക്കാൻ രേവതി സച്ചിനെ വിളിച്ചെങ്കിലും സച്ചി വരാതാവുന്നതോടെ രേവതിക്ക് വിഷമമാകുന്നു. തുടർന്ന് അച്ഛൻ വരാത്തതിന് ശ്രുതിയെ കുറ്റപ്പെടുത്തുന്നു. ശേഷം വർഷയുടെ ആഭരണങ്ങൾ കണ്ട് കണ്ണു തള്ളുന്ന ശ്രുതിയോട് ശ്രുതിയുടെ അച്ഛൻ ഇതിലും കൂടുതൽ ആഭരണങ്ങൾ ശ്രുതിക്ക് കൊണ്ടുവരുമെന്ന് ചന്ദ്രമതി പറയുന്നു. ഇത് കേൾക്കുന്ന ശ്രുതിക്ക് സന്തോഷമാകുന്നു. പിന്നീട് മഹിമ ഒരു വലിയ സ്വർണ്ണമാല വർഷയ്ക്കിടാനായി ചന്ദ്രമതിയുടെ കയ്യിൽ കൊടുക്കുകയും ചന്ദ്രമതിയും മഹിമയും ചേർന്ന് വർഷയുടെ ചടങ്ങുകൾ ഭംഗിയായി നടത്തുകയും ചെയ്യുന്നതോടെ ശ്രുതിയുടെ ടെൻഷൻ കൂടുന്നു. ശേഷം ചന്ദ്രമതി ശ്രുതിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയും നീയും കൂടി ചേർന്ന് വേണം ചടങ്ങുകൾ നടത്താനെന്നും പറയുന്നു. ശേഷം എല്ലാവരും വർഷയ്ക്ക് മഞ്ഞൾ തേച്ച് കൊടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. തുടർന്ന് മാറി നിൽക്കുന്ന രേവതിയെ വർഷ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നതോടെ മഹിമയ്ക്കും ചന്ദ്രമതിക്കും ശ്രുതിക്കുമെല്ലാം ദേഷ്യം വരുന്നു. ശേഷം അച്ഛൻ ആഭരണങ്ങൾ കൊണ്ടുവരുമോ എന്ന് ചോദിക്കുന്ന ശ്രുതിയോട് ശ്രുതി ദേഷ്യപ്പെടുന്നു. തുടർന്ന് എത്രയും പെട്ടെന്ന് സച്ചിനെ കുടിപ്പിക്കണമെന്ന് മീര ദാമുവിനോട് പറയുന്നു. ശേഷം രേവതി വർഷയ്ക്ക് മഞ്ഞൾ തേച്ച് അനുഗ്രഹിക്കുന്നതോടെ ചന്ദ്രമതിയുടെ മഹിമയുടെ ദേഷ്യം ഇരട്ടിയാവുന്നു. പിന്നീട് എന്ത് ചെയ്യണമെന്നോർത്ത് ശ്രുതിയും മീരയും ടെൻഷൻ അടിക്കുന്നു. ശേഷം അച്ഛൻ വരുമെന്ന് പറഞ്ഞ് പറ്റിച്ച ശ്രുതിനെ ചന്ദ്രമതി കൊല്ലാനുള്ള ദേഷ്യത്തോടെ നോക്കുന്നു. അതോടെ ശ്രുതിയുടെ ടെൻഷൻ കൂടുകയും സച്ചി ഒരു പ്രശ്നമുണ്ടാക്കിയില്ലെങ്കിൽ ഇന്നത്തോടെ എല്ലാം അവസാനിക്കുമെന്ന് ശ്രുതി മീരയോട് പറയുകയും ചെയ്യുന്നു. തുടർന്ന് ചന്ദ്രമതി താലിബാലയുമായി വന്ന് ശ്രുതിയെ രൂക്ഷമായി നോക്കുകയും ദേഷ്യത്തോടെ ചടങ്ങുകൾ നടത്തുകയും ചെയ്യുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.